സ്റ്റുഡൻസ് വെൽക്കം ബാക്ക്. നമ്മളിനി അടുത്ത ക്ലാസ് ഡിമാൻഡിനെ കുറിച്ചാണ്. മറ്റ് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അതിൽ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളൊരു വാക്കാണ് അല്ലെങ്കിൽ എക്കണോമിക് ടേമാണ് ഡിമാൻഡ്. ഇപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മൾ സാധാരണക്കാരൻ ഒരാൾ ഒരു ടൗണിൽ ഒരു കുറേ കടകളുടെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിക്കുക. ഈ കടയുടെ മുന്നിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ കുറേ സാധനങ്ങൾ ഈ കൺസ്യൂമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കടയുടെ മുന്നിലൊക്കെ വളരെ ഭംഗിയായിട്ട് പ്രോഡക്ട്സ് ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടാവും. അത് നമ്മളെ ആ കടയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു അഡ്വർടൈസ്മെൻ്റാണ്. ഇതൊക്കെ നോക്കി നമ്മളിങ്ങനെ പോകുമ്പോൾ ചില സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ ആഗ്രഹം തോന്നും. അത് വാങ്ങാനുള്ള ആഗ്രഹം വരും, പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മളത് വാങ്ങണ്ടെന്ന് വിചാരിക്കും. കാരണം എന്തായിരിക്കും? അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്കൊന്നും അറിയില്ല, കുട്ടികൾ എല്ലാ സാധനവും വാങ്ങണമെന്ന് പറഞ്ഞാൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ അച്ഛനും അമ്മയും വാങ്ങിക്കൊടുക്കുമോ? ഇല്ല. അപ്പോൾ ചില കാര്യങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് വാങ്ങാൻ സാധിക്കാറില്ല. കുട്ടികളുടെ കാര്യത്തിൽ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും വേറെ പല കാരണങ്ങൾ കൊണ്ട് വാങ്ങിക്കൊടുക്കാതിരിക്കും. നമ്മളാണ് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമ്മളൊരു സ്ട്രീറ്റിൽ കൂടെ പോകുമ്പോൾ കുറേ സാധനങ്ങൾ കാണുമ്പോൾ എല്ലാ സാധനവും നമുക്ക് വാങ്ങാൻ സാധിക്കാറില്ല. കാരണം അത് വാങ്ങാനുള്ള ആവശ്യത്തിനുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവാറില്ല. അപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഒരു സാധനം വാങ്ങണമെങ്കിൽ വേണ്ടത് പണമാണ്. അതിന് നമ്മൾ എക്കണോമിക്സിൽ നമ്മൾ പറയും എബിലിറ്റി ടു പേ ആണ്. അതുണ്ടാവാറില്ല. അങ്ങനെ നമുക്ക് ആ സാധനം വാങ്ങാൻ പറ്റാറില്ല. അടുത്തത് ഇതേ സ്ട്രീറ്റിൽ കൂടെ ഒരു പിശുക്കൻ പോകാമെന്ന് വിചാരിക്കും. പിശുക്കൻ എന്ന് പറഞ്ഞാൽ എന്താ? പൈസ അധികം ചിലവാക്കാത്ത ആളാണ്. ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവാറില്ല. അപ്പോൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും, സാധനം വാങ്ങില്ല. അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹം വാങ്ങില്ല സാധനം. എന്താ അത്? അദ്ദേഹത്തിന് വാങ്ങാൻ ആഗ്രഹമില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഡിമാൻഡിന് വേണ്ട 2 കണ്ടീഷൻസാണ് ഏതൊക്കെ? 1 വാങ്ങാനുള്ള കഴിവും വേണം, 2 വാങ്ങാനുള്ള ആഗ്രഹവും വേണം. ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അല്ലെങ്കിൽ പൂർത്തീകരിച്ചാൽ മാത്രമാണ് അതിനെ നമുക്ക് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റും. നമ്മൾ എക്കണോമിക്സിൽ ഡിമാൻഡ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ടു പേ ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. അപ്പോൾ ഡിമാൻഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 2 കണ്ടീഷൻസാണ്. ഡെഫിനിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടേംസാണ്. ഏതൊക്കെ? എബിലിറ്റി ടു പേ ആൻഡ് വില്ലിങ്നെസ് ടു പേ. വാങ്ങാനുള്ള കഴിവും വാങ്ങാനുള്ള ആഗ്രഹവും. ഈ 2 കണ്ടീഷനും കൂടെ ഒത്തുവന്നാൽ മാത്രമാണ് ആ ആഗ്രഹത്തെ, ആ ഡിസയറിനെ നമ്മൾ എന്തു പറയുള്ളൂ? ഡിമാൻഡ് എന്ന് പറയുള്ളൂ. So we can define demand is a desire backed by ability to pay and willingness to pay for a commodity at a given price. Okay? ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ഡിമാൻഡ് ഓർ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ഈ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു സാധനം വാങ്ങാൻ കടയിൽ പോവുക വിചാരിക്കുക, അല്ലെങ്കിൽ എന്ത് സാധനം, ഇപ്പം മീൻ വാങ്ങാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിലും ഒരു മാല വാങ്ങാൻ പോവുകയാണെങ്കിൽ എന്ത് സാധനം വാങ്ങാൻ പോവാനും ആദ്യം നമ്മൾ ചോദിക്കുക എന്താ ഇതിൻ്റെ വില എന്നാണ്, അല്ലേ? കാരണം നമുക്കറിയാം നമ്മൾ ഇക്കണോമിക്സ് എന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല എല്ലാവരും മാർക്കറ്റിൽ ബിഹേവ് ചെയ്യണത്. പക്ഷെ ഒരു കൺസ്യൂമർക്ക് ഏറ്റവും ഒരു സാധനം വാങ്ങുമ്പോൾ ഏറ്റവും അതിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് പ്രൈസ്, വില. സോ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഓർ ഡിറ്റർമിനൻസ് അഫക്റ്റിംഗ് ഡിമാൻഡ് ഈസ് ദ പ്രൈസ്. അപ്പോൾ നമ്മൾ സാധാരണ വില നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ വില കൂടുമ്പോൾ സാധനത്തിന് വില നന്നായിട്ട് കൂടുമെന്ന് വിചാരിക്കുക. ഇപ്പം മീൻ ഭയങ്കര വിലയുണ്ട്,
മീൻ ഭയങ്കര വില ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സാധനങ്ങൾ സവോളയ്ക്ക് കുറച്ച് നാൾ മുന്നേ ഭയങ്കര വിലയായിരുന്നു ഉള്ളിക്ക്. അപ്പോൾ വില വല്ലാതെ കൂടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സാധനങ്ങൾ വളരെ കുറച്ച് വാങ്ങുള്ളൂ അല്ലേ. നിത്യോപയോഗ സാധനങ്ങൾക്കാണ് അത് കൂടുതൽ അഫക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഉള്ളി അല്ലെങ്കിൽ മീൻ പോലുള്ള സാധനങ്ങൾ വളരെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ഈ വില വളരെ അവിഭാജ്യ ഒരു ഘടകമാണ്. അപ്പോൾ വില വല്ലാതെ കൂടുമ്പോൾ ആളുകൾ വളരെ കുറച്ചേ അത് വാങ്ങുള്ളൂ. രണ്ടാമത് ഇപ്പോൾ വില കുറയുകയെന്ന് വിചാരിക്കുക, വില കുറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് സാധനങ്ങളുടെ അളവ് കൂട്ടും. ഇപ്പം മീൻ തന്നെ ഉദാഹരണമാണ്. കാരണം മത്തിക്കൊക്കെ വില 200 രൂപയാണെങ്കിൽ അത്രേ അത്യാവശ്യം മീൻ കൂട്ടാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകൾ മാത്രമാണ് 250 മത്തിയോ അല്ലെങ്കിൽ 50 രൂപയ്ക്ക് മത്തിയൊക്കെ വാങ്ങുള്ളൂ. ഇല്ലാത്തവർ ഉപേക്ഷിക്കുക, വാങ്ങൽ തന്നെ നിർത്തും. പക്ഷെ വില കുറയെന്ന് വിചാരിക്കാം, മത്തിക്ക് വില കുറഞ്ഞെന്ന് വിചാരിക്കാം, 50 രൂപയുടെ ഒരു കിലോയ്ക്ക് എന്ന് വിചാരിച്ചാലോ നമ്മൾ 2 കിലോ ഒക്കെ ഇവിടെ വാങ്ങും അല്ലേ. വാങ്ങിയിട്ട് പിന്നെ പലതരത്തിൽ അതിനെ വെച്ച് വറുത്തും ഒക്കെ അങ്ങോട്ട് ഉപയോഗിക്കും. അപ്പോൾ വില കുറയുമ്പോൾ ഈ സാധനങ്ങളുടെ ഡിമാൻഡ് വളരെ കൂടും. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അപ്പോൾ ഈ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഒരു ബന്ധം ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കൂടുമ്പോൾ മറ്റത് താഴാണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് താഴും, അല്ലെങ്കിൽ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഇത് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുക, മനസ്സിലാക്കുക. ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഇപ്പോൾ 10 രൂപയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ മീനാണെങ്കിലും വേറെ ഏതെങ്കിലും സാധാരണ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, മീനാണെന്ന് വിചാരിക്കാം. 10 രൂപയാകുമ്പോൾ 10 രൂപയുള്ളൂ, നമ്മൾ 5 യൂണിറ്റ് വാങ്ങും. ഇനി വില കൂടി വിചാരിക്കുക, 10-ന് 20 കൂടുമ്പോൾ 4 യൂണിറ്റേ വാങ്ങുള്ളൂ. അങ്ങനെ കൂടി 50 രൂപയെന്ന് വിചാരിക്കൂ. നമ്മൾ 5 യൂണിറ്റ് വാങ്ങിയിരുന്ന ആ പ്രോഡക്റ്റ് 1 യൂണിറ്റ് മാത്രമേ വാങ്ങൂ. അപ്പോൾ വില കൂടുന്തോറും എന്താ ചെയ്യുക? ഡിമാൻഡ് കുറയും. തിരിച്ച് ആലോചിച്ച് നോക്കൂ, വില കുറയും തോറും ഡിമാൻഡ് കൂടും. അത് നമ്മളൊരു ഗ്രാഫിലേക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് downward sloping curve. It is a negative relation, that it means negative relationship between price and quantity demanded. So first factor influencing the demand is the price, and price and quantity demanded എന്ന് പറയുന്നത് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. When price increases, demand decreases and vice versa. ഓക്കെ, ഇത് നമ്മുടെ പ്രൈസാണ്. നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം പ്രൈസാന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഫാക്ടറാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡാണ്. വാട്ട്സ് ബൈ റിലേറ്റഡ് ഗുഡ്? റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ തന്നെ ബന്ധപ്പെട്ട ഗുഡ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ 2 ടൈപ്പ് ഗുഡ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഇത് നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നത്. അതായത് 2 ടൈപ്പ് ഗുഡ്സ് ഉണ്ട്. ആദ്യത്തെ ഒരു ടൈപ്പ് ഗുഡ്സിനെ നമ്മൾ പറയും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ one good is substituted for another good. For example, ഒരു പ്രോഡക്റ്റിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ ടീ ആൻഡ് കോഫി, നമ്മൾ ചായ കാപ്പി എന്ന് പറയാം, അല്ലെങ്കിൽ ബൈക്ക് സ്കൂട്ടർ, അല്ലെങ്കിൽ പാല് പാൽപ്പൊടി, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ്. അങ്ങനെ പല റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ട്. കാരണം നമുക്ക് ഒന്നിന് പകരം വേറൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന 2 പ്രോഡക്റ്റ്സ് ആണ് ചായയും കാപ്പിയും. അപ്പോൾ നമ്മൾ സാധാരണ ചായ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷെ മാർക്കറ്റിൽ ചായപ്പൊടിയുടെ വില വല്ലാതെ കൂടിയെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും അദ്ദേഹം വിചാരിക്കും, ചായപ്പൊടിയുടെ വില വല്ലാതെ കൂടി, ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത്രയും വില കൊടുത്ത് ചായ വാങ്ങാൻ അല്ലെങ്കിൽ ചായപ്പൊടി വാങ്ങാനുള്ള കഴിവ് എനിക്കില്ല. അപ്പോൾ പിന്നെ മറ്റേ കാപ്പിപ്പൊടിയുടെ വിലയ്ക്ക് യാതൊരു മാറ്റമില്ല, പഴയ വില തന്നെയാണ്. ഏകദേശം പണ്ട് വരെ 2 പ്രോഡക്ട്സിൻ്റെയും വിലയിൽ അത്ര വലിയ വ്യത്യാസമില്ലായിരുന്നു. ഇപ്പോൾ ചായപ്പൊടിയുടെ വില വല്ലാതെ കൂടിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ചായയുടെ വില വല്ലാതെ കൂടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ ചായ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങോട്ട് കാപ്പിയിലേക്ക്. അപ്പോൾ അദ്ദേഹം ഏത് ഉപയോഗിക്കാൻ തുടങ്ങി? കോഫി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കോഫി കൂടുതൽ ചായയുടെ ഡിമാൻഡ് കുറയുകയും ചെയ്തു. അതായത് പ്രൈസ് കൂടുമ്പോൾ ചായയുടെ ഡിമാൻഡ് അങ്ങ് കുറഞ്ഞു. പകരം ഏതിൻ്റെ ഡിമാൻഡ് കൂടി? കാപ്പിയുടെ ഡിമാൻഡ് കൂടി. അപ്പോൾ കാരണം ചായയും കാപ്പിയും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോൾ പകരം ഉപയോഗിക്കുന്ന ഗുഡ്സിന്, ഒന്നിന് പകരം ഉപയോഗിക്കുന്ന ഗുഡ്സിനെ പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഇവിടെ നമ്മുടെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ചായയും കാപ്പിയാണ്. ദാറ്റ് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഗുഡ്സ് വിച്ച് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അനദർ ഗുഡ് ആണ്. അപ്പോൾ ഇത് നമ്മൾ എക്സാമ്പിൾ നമ്മൾ അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ അല്ലെങ്കിൽ ഗ്രാഫിക്കലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ എക്സാമിനേഷനൊക്കെ ഗ്രാഫ് തന്നിട്ട് ഐഡൻറ്റിഫൈ ദ ഗുഡ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പ്രൈസ് ഓഫ് ടീ ആണ്. അതായത് ചായയുടെ വില നമ്മൾ OY ആക്സിസിൽ അടയാളപ്പെടുത്തും. കാപ്പിയുടെ ഡിമാൻഡ് ഫോർ കോഫി എന്നത് OX ആക്സിസിൽ അടയാളപ്പെടുത്താണ്. അപ്പോൾ ആദ്യത്തെ പ്രൈസ് ചായയുടെ OP ആണ് പ്രൈസ് എന്ന് വിചാരിക്കുക. എത്രയാണ്? കാപ്പിയുടെ ഡിമാൻഡ് ON ആണ്. ഇനി വില കൂടിയെന്ന് വിചാരിക്കുക. ചായയുടെ വില OPയിൽ നിന്ന് OP 1 ആയിട്ട് കൂടിയപ്പോൾ ചായയുടെ കോഫിയുടെ ഡിമാൻഡ് ON1 ഉണ്ടായിരുന്ന കോഫിയുടെ ഡിമാൻഡ് ON1 ആയിട്ട് കൂടി. ഈ ON1 ആയിട്ട് കൂടാനുള്ള കാരണം എന്താ? കാപ്പിയുടെ ഡിമാൻഡ് കൂടാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ടീ ആണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ വില കൂടുമ്പോൾ മറ്റേ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ ഡിമാൻഡ് കൂടുന്ന ആ ഗുഡ്സിനെ പറയുന്ന പേരാണ് ഏത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ഡയഗ്രം എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. അപ്വേർഡ് സ്ലോപ്പിംഗ് കർവിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. ടീയുടെ പ്രൈസ് കൂടുമ്പോൾ കാപ്പിയുടെ ഡിമാൻഡ് കൂടും. ഓക്കെ. ടൈപ്സ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിൽ രണ്ടാമത്തെ ടൈപ്പ് ഗുഡാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ they are goods which are used together. ഒരുമിച്ചാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ the goods which are jointly demanded. അതായത് ഒരുമിച്ചാണ് ഡിമാൻഡ്. ഒന്നിന് പകരം ഒന്നുമല്ല, അവർ ഒരുമിച്ചാണ് ഉപയോഗിക്കുക. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ക് ആൻഡ് പെൻ, പെന്നും പേനയും മഷീനും. അതുപോലെ കാർ ആൻഡ് പെട്രോൾ, അങ്ങനെ ഷൂ ആൻഡ് സോക്സ്, ബ്രെഡ് ആൻഡ് ബട്ടർ, അങ്ങനെ പല സാധനങ്ങളും നമ്മൾ ഒരുമിച്ചാണ് ഉപയോഗിക്കുക. ആ ഒരുമിച്ചല്ല ഉപയോഗിക്കണമെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. കാറും പെട്രോളും വേറെ വേറെ ഉപയോഗിക്കാനേ പറ്റില്ല, കാരണം അത് ഒരുമിച്ചേ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രെഡും ബട്ടറൊക്കെ ആണെങ്കിൽ ബട്ടർ മാത്രം കഴിക്കുമ്പോൾ ഈ രണ്ടും കൂടെ കഴിക്കുന്നതിൻ്റെ ഗുണം കിട്ടൂല, അല്ലെങ്കിൽ ടേസ്റ്റും ഉണ്ടാവില്ല. രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ സാധാരണ കഴിക്കാറ്. അല്ല ഇപ്പോൾ ഇവിടെ അപ്പോൾ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ദ ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ടുഗദർ ആർ കോൾഡ് കോംപ്ലിമെന്ററി ഗുഡ്സ്. അപ്പോൾ ഇനി ഇവരുടെ ഡിമാൻഡ് എങ്ങനെയാണെന്ന് വിചാരിക്കാം. കാറിൻ്റെ പെട്രോളിൻ്റെ വില വല്ലാതെ കൂടുകയാണ്. പെട്രോളിൻ്റെ വില വല്ലാതെ കൂടുമ്പോൾ കാറിൻ്റെ ഡിമാൻഡ് മാർക്കറ്റിൽ എന്തായിരിക്കും? സാധാരണ എന്തായിരിക്കും? ഡിമാൻഡ് അത്ര ഉണ്ടാവില്ല. കാരണം എന്താ? അത്ര വില ഇങ്ങനെ വല്ലാതെ കൂടുമ്പോൾ നമ്മൾ ഒരിക്കലും കാറ് വാങ്ങാൻ മാർക്കറ്റിലേക്ക് ആളുകൾ പോവില്ല. അപ്പോൾ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഇപ്പോൾ ബ്രെഡ് അല്ലെങ്കിൽ ബട്ടറിൻ്റെ വില വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ബ്രെഡ് നമ്മൾ ഉപയോഗിക്കൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൽ ഒരു പ്രോഡക്റ്റിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ മറ്റേ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോംപ്ലിമെന്ററി ഗുഡ്സിൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. നെഗറ്റീവ് റിലേഷൻഷിപ്പ് നമ്മൾ കാണുന്നത് ഗ്രാഫിക്കലായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയായിരിക്കും? ഒരു നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് കർവിലൂടെ ആയിരിക്കും. ഇപ്പൊ ഗ്രാഫിൽ നോക്കി അറിയാം, OX ആക്സിസിൽ ഡിമാൻഡ് ഫോർ കാർ ആണ്, OY ആക്സിസിൽ പ്രൈസ് ഓഫ് പെട്രോൾ ആണ്. പെട്രോളിന്റെ വില OP ആയിരുന്നപ്പോൾ ഡിമാൻഡ് വളരെ കൂടുതലായിരുന്നു, കാറിന്റെ ON ആയിരുന്നു. പക്ഷെ പെട്രോളിന്റെ വില OPയിൽ നിന്ന് OP1 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ
ഡിമാൻഡ് ON ഉണ്ടായിരുന്ന ഡിമാൻഡ് കാറിന്റെ ഡിമാൻഡ് എത്രയായിട്ട് കുറഞ്ഞു? ON1 ആയിട്ട് കുറഞ്ഞു. സോ ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇൻ ദ കേസ് ഓഫ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് എ നെഗറ്റീവ്ലി ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. സോ ദ സെക്കൻഡ് ഫാക്ടർ ഈസ് price of related goods, and there are two types of goods. The first one is the substitute good, and the second one is the complementary good. In the case of substitute goods, demand for when the price of a product increases, demand for and the substitute good is increases, and the relationship is positively related, and that's why the demand curve is a upward sloping curve. But in the case of complementary good, price of a product increases, demand for the complementary good decreases. That's why and the demand curve is a negatively sloping curve. Okay. നമ്മൾ രണ്ട് ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് ഫാക്ടർ പ്രൈസും സെക്കൻഡ് ഫാക്ടർ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് ആണ്. മൂന്നാമത്തെ ഫാക്ടർ അല്ലെങ്കിൽ തേർഡ് ഫാക്ടർ which influence the demand for a consumer is the income of the consumer. It's very important, income of the consumer. കാരണം വരുമാനം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിമാൻഡിന്റെ കേസിൽ പറഞ്ഞ എബിലിറ്റി ടു പേ എന്ന് പറയുന്ന ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് ഡിമാൻഡിൽ. ഈ എബിലിറ്റി ടു പേ എന്ന് പറയുന്നത് എവിടെ നിന്നാ വരിക? ഇൻകത്തിൽ നിന്നാണ്. അതായത് ഒരാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വരുമാനം ഒരാളുടെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ വരുമാനം നമുക്കറിയാം, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നിർണ്ണയിക്കുന്നതിലൊരു പ്രധാന ഘടകം വരുമാനമാണ്. അതായത് സാമ്പത്തികമായിട്ട് കൂടുതൽ നല്ല സ്ഥിതിയുള്ള ആളുകൾ, സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ കൂടുതലാണ്. ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ കൂടുതലാവാനുള്ള കാരണം എന്താ? അവർ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ആണ്. അവർ കൂടുതൽ പ്രോഡക്ട്സ് ഉപയോഗിക്കും. കാരണം അവർക്ക് കൂടുതൽ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ പർച്ചേസിങ് പവർ ഉണ്ട്. അപ്പോൾ ഒരാളുടെ വരുമാനം കൂടുമ്പോൾ അയാളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം കൊറോണ കാലമാണ് അല്ലേ, കുറേ ആളുകളുടെ വരുമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെ കുറേ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വരുമാനം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ കുറവായി. ആ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ വാങ്ങുന്നുള്ളൂ. ഇപ്പോൾ വരുമാനം കുറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങളുടെ അളവിൽ കുറവ് വരും. അപ്പോൾ ഇൻകം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷേ ഈ ഇൻകത്തിൻ്റെ ഒരു ഫാക്ടർ നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ നോർമൽ ഗുഡ്സിൻ്റെ കേസിലാണ് ഇതൊക്കെ പറയാറ്. കാരണം ഈ ഇൻകം ഓഫ് ദ കൺസ്യൂമർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഗുഡ്സിനെയാണ്. ഒന്ന് ഇൻ ദ കേസ് ഓഫ് നോർമൽ ഗുഡാണ്. നോർമൽ ഗുഡിൻ്റെ കേസിൽ വരുമാനം കൂടുമ്പോൾ നമ്മുടെ പ്രോഡക്ട്സ് ക്വാണ്ടിറ്റി നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഗ്രാഫിൽ നോക്കിയാൽ അറിയാം, വരുമാനം OY ആയിരുന്നപ്പോൾ നമ്മൾ ON മാത്രമാണ് ഡിമാൻഡ് ചെയ്തുള്ളൂ. പക്ഷെ നമ്മുടെ വരുമാനം വർദ്ധിക്കുകയാണ്. OYയിൽ നിന്ന് OY1 ആയിട്ട് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിമാൻഡ് ON ഉണ്ടായിരുന്ന ഡിമാൻഡ് ON1 ആയിട്ട് വർദ്ധിച്ചു. അപ്പോൾ വരുമാനം വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് ഇൻ ദ കേസ് ഓഫ് നോർമൽ ഗുഡ്സ് ഇറ്റ് ഇൻക്രീസസ്. സോ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് വരുമാനവും ഡിമാൻഡും തമ്മിൽ. ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് ഇൻക്രീസ് ചെയ്യാണ്. പോസിറ്റീവ് റിലേഷൻഷിപ്പ് കാണിക്കുന്നത് എപ്പോഴും എന്താണ്? ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവാണ്. അതുകൊണ്ട് നോർമൽ ഗുഡ്സിന്റെ കേസിൽ ഈ ഡിമാൻഡ് കർവ് ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവാണ്. അപ്പോൾ എപ്പോഴും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ പഠിക്കണം. ഈ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നമ്മൾ Y ആക്സിസും X ആക്സിസും ഇൻകാണോ നോക്കണം. കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിലൊക്കെ ഇപ്പോഴത്തെ പ്രൈസ് ഓഫ് ടി എന്നായിരിക്കും. പക്ഷേ നോർമൽ ഗുഡ്സിന്റെ കേസിൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മളുടെ വരുമാനമാണ് കൊടുക്കുക. അപ്പോൾ വരുമാനം, ക്വാണ്ടിറ്റി, ഡിമാൻഡും തന്നിട്ട് ഇൻകം ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആണെങ്കിൽ അത് നോർമൽ ഗുഡ്സിന്റെ കേസാണ്. അപ്പോൾ നോർമൽ ഗുഡ്സിന്റെ കേസിൽ സ്വാഭാവികമായിട്ടും വരുമാനം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. ഓക്കെ, നേരത്തെ പറഞ്ഞു രണ്ട് ടൈപ്പ് ഗുഡ്സ് ഉണ്ട്.
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് പറഞ്ഞത് നോർമൽ ഗുഡ്സിൻ്റെ കേസാണ്, സാധാരണക്കാർ അല്ലെങ്കിൽ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ്. ഈ രണ്ടാമത്തെ ഒരു ടൈപ്പ് ഗുഡാണ് ഇൻഫീരിയർ ഗുഡ്. ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് യൂസ്ഡ് ബൈ പുവർ പീപ്പിൾ, അതായത് വളരെ പാവപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫീരിയർ ഗുഡ് എന്ന് പറയും. ഇപ്പോൾ പിന്നെ വളരെ വില കുറഞ്ഞ അരി നമ്മൾ സാധാരണ ഇൻഫീരിയർ ഗുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബീഡി ആണെങ്കിലും സിഗരറ്റ് ആണെങ്കിലും അതുപോലെ വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ലിക്കേഴ്സ് ആണെങ്കിലും ഒക്കെ അത് ഉപയോഗിക്കാൻ പാടില്ല, അത് ഇൻജൂരിയസ് ടു ഹെൽത്ത് ആണ്. പക്ഷെ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെ കുറിച്ച് കൺസ്യൂമറിൻ്റെ ബിഹേവിയറെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വില കുറഞ്ഞ സാധനങ്ങൾ വളരെ പാവപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്ന ആ വില കുറഞ്ഞ സാധനങ്ങളെയാണ് നമ്മൾ സാധാരണ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയും. അപ്പോൾ ഈ ആളുകൾക്ക് വളരെ ഇൻകം കുറഞ്ഞ അവസ്ഥയിൽ, സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ അവർ ആ പ്രോഡക്ട്സ് ഉപയോഗിക്കും. ഇനി അവരുടെ വരുമാനം വർദ്ധിച്ചു എന്ന് വിചാരിക്കാം. വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ പ്രോഡക്റ്റ്, അവർ അതുവരെ ഉപയോഗിച്ചിരുന്ന വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? സാധാരണ എന്താ സംഭവിക്കുക? നമുക്ക് കുറച്ച് വരുമാനം കൂടിക്കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് വളരെ വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചിരുന്ന ആളുകൾ വരുമാനം കൂടുമ്പോഴും ആ പ്രോഡക്റ്റ് തന്നെ വാങ്ങുമോ? ഒരിക്കലും വാങ്ങില്ല. ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ ആ പ്രോഡക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ ഇൻകം വർദ്ധിക്കുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളൊരു ഗ്രാഫിലിൻ്റെ സഹായത്തോടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, OY ആയിരുന്നു അവരുടെ ഇൻകം, വളരെ താഴ്ന്ന ഇൻകം ആയിരുന്നു OY. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ഇൻഫീരിയർ ഗുഡിൻ്റെ ഡിമാൻഡ് ON ആയിരുന്നു. പക്ഷെ അവരുടെ വരുമാനം വർദ്ധിച്ചു. വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് OYയിൽ നിന്ന് OY1 ആയിട്ട് കൂടിയപ്പോൾ അതുവരെ ഉപയോഗിച്ചിരുന്ന ഇൻഫീരിയർ ഗുഡിൻ്റെ ഡിമാൻഡ് ON ആയിരുന്നു പണ്ട്, അത് ON1 ആയിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. ആ കുറയാനുള്ള കാരണം നമ്മുടെ വരുമാനം കൂടിയതാണ്. അപ്പോൾ വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന ഗുഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫീരിയർ ഗുഡ്. ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ ഈ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. ഓക്കെ, അടുത്ത ഫാക്ടർ അല്ലെങ്കിൽ അടുത്ത ഡിറ്റർമിനന്റ് ഓഫ് ഡിമാൻഡ് ആണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. എന്താ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്? ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സിനെ ഏറ്റവും നന്നായിട്ട് അനലൈസ് ചെയ്യുന്നത് നിങ്ങളാണ്, അല്ലേ? ഇപ്പോൾ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചറെക്കാളും കൂടുതൽ പഴയ കുട്ടികളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പൊട്ട് കുറേ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുന്നുണ്ട്, അല്ലേ? എല്ലാ ടീച്ചേഴ്സും ഒരേ ടൈപ്പ് പൊട്ടാണോ ഇടാറ്? അല്ലെങ്കിൽ ജെൻസ് അല്ലെങ്കിൽ ജെൻസ് സ്റ്റാഫ് അവർ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ഓരോ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന, ഞാനിപ്പോൾ ക്ലാസ് റൂമിലായതുകൊണ്ടാണ് ടീച്ചേഴ്സിൻ്റെ എക്സാമ്പിൾ പറയുന്നത്. ഒരു ടീച്ചർ ഉപയോഗിക്കുന്ന പേന അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസ് എല്ലാം ഡിഫറെൻ്റാണ്, അല്ലേ? എല്ലാം ഡിഫറെൻ്റാണ്. ഒരാൾ വേറൊരാളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാണ്. അവരുപയോഗിക്കുന്ന സാധനങ്ങളുടെ കേസിൽ, എല്ലാ കേസിലും ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു പൊട്ടാണ്. ആ പൊട്ട് ഉപയോഗിക്കുന്ന അയാളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ചില ടീച്ചേഴ്സ് കോട്ടൺ സാരി മാത്രമായിട്ട് ഉപയോഗിക്കുള്ളൂ, ചില പിന്നെ കോട്ടൺ ഷർട്ട് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്, ചില ബ്രാൻഡഡ് ഷർട്ടുകൾ മാത്രം ഉപയോഗിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുക. അത് നമ്മളെ സ്വാധീനിക്കുന്ന വേറെ പല ഘടകങ്ങളുണ്ടാവും. ചിലപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ആവാം, ചിലപ്പോൾ അയാളുടെ ഒരു കൾച്ചറായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം, അങ്ങനെ കുറേ, പിന്നെ അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ ആരെങ്കിലും ഉണ്ടാവുമായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു പ്രോഡക്റ്റ്, ഒരാൾക്ക് ചില പ്രോഡക്റ്റിനോട് ആഭിമുഖ്യം തോന്നും. അപ്പോൾ നാലാമത്തെ ഘടകം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓർഡറിൽ നമ്മൾ പറയുകയാണ്,
ഒരു 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 കൺസ്യൂമറെ സ്വാധീനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വേറൊരു ഫാക്ടറാണ് ഇത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. എപ്പോൾ ഒരു കൺസ്യൂമർ അയാളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാത്രമാണ് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുന്നത്. അടുത്തത് ഇപ്പോൾ ക്ലൈമറ്റിക് കണ്ടീഷൻ. ക്ലൈമറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലത്ത് കൊട അല്ലെങ്കിൽ റെയിൻകോട്ടിൻ്റെയും കുടയുടെ ഒക്കെ ഡിമാൻഡ് മഴക്കാലത്ത് വളരെ കൂടുതലായിരിക്കും. ചൂടുകാലത്ത് റെയിൻകോട്ട് ഇട്ടാലും നടക്കാറില്ല. കുട ചിലപ്പോൾ കുറച്ചൊക്കെ യൂസ് ചെയ്യണം, പക്ഷെ മഴക്കാലത്തിൻ്റെ അത്ര കുട യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഐസ്ക്രീം നല്ല പിന്നെ സമ്മർ സീസണിൽ ഐസ്ക്രീമിന് അല്ലെങ്കിൽ ജ്യൂസിനുള്ള ഡിമാൻഡ് റെയിനി സീസണിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ക്ലൈമറ്റിക് കണ്ടീഷൻ ഒരു കൺസ്യൂമറെ സ്വാധീനിക്കാറുണ്ട്. പിന്നെ ഒരു പിന്നെ ഇക്കോണമിയിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്, ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് സാധനങ്ങളുടെ ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ പോപ്പുലേഷൻ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ നന്നായി സ്വാധീനിക്കാറുണ്ട്. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആളുകളുടെ നമ്പർ കൂടുന്നതിനനുസരിച്ച് സാധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കാറുണ്ട്. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ടാക്സ് റേറ്റ് ആണ്. ടാക്സ് റേറ്റ് ഇപ്പോൾ ആൽക്കഹോൾ അതുപോലുള്ള ഇഞ്ചുറിയസ് ടു ഹെൽത്ത് ആവുന്ന പ്രോഡക്ട്സുകളുടെ ടാക്സ് വല്ലാതെ ഗവൺമെൻറ് കൂട്ടാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടാക്സ് റേറ്റ് പിന്നെ കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയും, ടാക്സ് കുറച്ചാൽ ഡിമാൻഡ് കൂടും. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് ഒരു പ്രോഡക്റ്റിനെ സ്വാധീനിക്കുക അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഏതൊക്കെ ഘടകങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു? പ്രൈസ് ഓഫ് ദ കമോഡിറ്റി, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ, ക്ലൈമറ്റ്, ദെൻ ടാക്സ് റേറ്റ്, ദെൻ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്. ഈ പറഞ്ഞ ഈ ക്ലാസ്സിൽ പറഞ്ഞ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്ന് നമുക്കൊരു കോൺസെപ്റ്റ് ഡിറൈവ് ചെയ്യാം. ദറ്റ് ഈസ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിമാൻഡ് ഫോർ ദ കമോഡിറ്റി ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻറ്റ്, അല്ലേ? ഡിറ്റർമിനൻറ്റ്സ് ആണ്. സോ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ആൻഡ് ഇറ്റ് ഡിറ്റർമിനൻറ്റ്സ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും അതിൻ്റെ ഡിറ്റർമിനൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുക? ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷനെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ടൊരു ഫോർമുലയിൽ എഴുതുമ്പോൾ Q is equal to F of P, PR, Y, T, etc. അതായത് Q എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡാണ്, ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ആണ്. P എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദാറ്റ് കമോഡിറ്റി. PR എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് ആണ്. Y എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആണ്. T എന്ന് പറയുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ ആണ്. അപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ can be defined as the functional relationship between the demand for a commodity and its determinants. And the determinants എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? Q is equal to demand function Q is equal to F of P, PR, Y, T, etc. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സിനെ നമ്മൾ കുറേ ഫാക്ടേഴ്സ് പറഞ്ഞു. പ്രൈസ് പറഞ്ഞു, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് പറഞ്ഞു, അതുപോലെ ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ക്ലൈമറ്റ്, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് പറഞ്ഞു. ഈ ഫാക്ടേഴ്സ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ ഒരു ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണല്ലോ, ആ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രൈസും ഒന്ന് ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ 7 ഫാക്ടേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആ ഫാക്ടേഴ്സിനെ
രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്ത ഒരു ഭാഗത്ത് പ്രൈസും മറ്റേ ഭാഗത്ത് എന്താ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഈ പിന്നെ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്, ഓരോരുത്തരും ഓരോ തരത്തിലാണ് സ്വാധീനിക്കുക, അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.